സല്യൂട്ട് സഹൃദയരെ. പത്തനംതിട്ട ജില്ലയിലെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഓരോരോ ക്രമസമാധാന പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതീതിയായിരുന്നു ഉണ്ടായിരുന്നത്. മാർച്ച് മാസം സ്കൂൾ കുട്ടികളുടെ പരീക്ഷ വരുമല്ലോ, വാർഷിക പരീക്ഷ. അതിലേറ്റവും പ്രധാനമായ SSLC പരീക്ഷയും ഉൾപ്പെടുന്നു. അന്ന് +2 അത്രയധികം പ്രാധാന്യമില്ലായിരുന്നു, പക്ഷേ SSLC പരീക്ഷയ്ക്ക് വളരെയധികം 10ാം ക്ലാസ് പരീക്ഷ വളരെയധികം പ്രാധാന്യം എല്ലാവരും കൊടുക്കുമായിരുന്നു. അതിന് തൊട്ട് മുമ്പായിട്ട് സർക്കാർ ഒരു പവർ കട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. വൈദ്യുതി ക്ഷാമം കൊണ്ട് നല്ല മഴ പെയ്തില്ല, അതുകൊണ്ട് ഡാമിലൊക്കെ വെള്ളം വറ്റി എന്നൊക്കെ പറഞ്ഞിട്ടൊരു പവർ കട്ട് ഉണ്ടായിരുന്ന സമയമായിരുന്നു. അന്ന് ഒപ്പോസിഷൻ കോൺഗ്രസ് ആയിരുന്നു. 1997 മാർച്ച് മാസം സംസ്ഥാന വ്യാപകമായി ഒരു പ്രതിഷേധ പരിപാടിയും സമരമുറയും പവർ കട്ടിനെതിരെ പ്രഖ്യാപിച്ചിരുന്നു. പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് തിരഞ്ഞെടുത്തത് അടൂരായിരുന്നു. അടൂർ എന്ന് പറയുന്നത് MC റോഡിന് വളരെ അടുത്താണ്. എല്ലാവർക്കും വരാനുള്ള സൗകര്യം അത് കണക്കാക്കിയിട്ടായിരിക്കും അടൂര് വെച്ചിട്ട് ഗാന്ധി പാർക്കിലായിരിക്കും ഈ ജില്ലയുടെ പ്രതിഷേധ പരിപാടികൾ എന്നുള്ളത് അനൗൺസ് ചെയ്ത് അന്ന് 2 MLA-മാരാണ് അതിന് നേതൃത്വം കൊടുത്തത്. അടൂർ MLA ആയിരുന്ന ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കോന്നി MLA ആയിരുന്ന ശ്രീ അടൂർ പ്രകാശും. അപ്പോൾ അവർ രണ്ടുപേരുടെയും നേതൃത്വത്തിൽ ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരെ അടൂരിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലായിടത്തുമുള്ള പ്രതിഷേധ പരിപാടി ആയതുകൊണ്ട് അതുപോലുള്ള പ്രാധാന്യമാണ് ഞങ്ങൾ അതിനും കൊടുത്തത്. പത്തനംതിട്ട ജില്ലാ ആസ്ഥാനമാണെങ്കിൽ പോലും അടൂർ വെച്ച് നടത്തുന്നത് കൊണ്ട് ഞങ്ങൾ കുറേയധികം പോലീസുകാരെ അവിടെ വിന്യസിക്കുകയും അവിടെ വേണ്ട തയ്യാറെടുപ്പുകൾ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. വലിയ വണ്ടികളിൽ നിറച്ച് പ്രവർത്തകർ രാവിലെ തൊട്ട് വന്നു തുടങ്ങി. അന്ന് അടൂർ ASP ആയി ഉണ്ടായിരുന്നത് മനോജ് എബ്രഹാം IPS ആയിരുന്നു. മനോജിന്റെ ആദ്യത്തെ പോസ്റ്റിംഗ് ആയിരുന്നു അടൂർ ASP ആയിട്ടുള്ളത്. വളരെ ചെറിയ പ്രായത്തിൽ IPS കിട്ടിയ ആളാണ് മനോജ് എബ്രഹാം. 23 വയസ്സിലോ 24 മുമ്പാണ് കിട്ടിയതെന്നാണ് എൻ്റെ ഓർമ്മ. മനോജിന്റെ പിതാവ് നാഷണൽ പോലീസ് അക്കാഡമിയിലെ തന്നെ ഒരു ഓഫീസറായിരുന്നു. അപ്പോൾ കുട്ടിക്കാലം മുതൽ ഇങ്ങനെ പോലീസ് ട്രെയിനിങ്ങും പോലീസ് അക്കാഡമി പ്രൊഫഷണൽസിനെയൊക്കെ കണ്ടു വളർന്ന മനോജിന് തീർച്ചയായിട്ടും അതിനോടൊരു ആഗ്രഹം വരികയും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ IPS കരസ്ഥമാക്കുകയും ചെയ്തതിൽ അതിശയിക്കാനൊന്നുമില്ല. ആള് വളരെ മിടുക്കനും ചുറുചുറുക്കും ഉഷാറും ഒക്കെ പ്രകടിപ്പിച്ചിരുന്ന ഒരു നല്ല ഓഫീസറായിരുന്നു. അടൂർ ഈ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചപ്പോൾ അതിന്റെ മുഖ്യ ചുമതല, പോലീസ് ബന്ദോബസ്തിന്റെ മുഖ്യ ചുമതല ഏൽപ്പിച്ചു കൊടുത്തത് മനോജ് എബ്രഹാമിനായിരുന്നു. അവരുടെ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങൾ ചെറുതായിട്ട് വഷളാവുന്ന ഒരു ലക്ഷണം എനിക്ക് കിട്ടിയിരുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് അവിടെ ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവരും ഇങ്ങനെ അത് ഇത്ര വലിയ ഒരു ഭീകര അവസ്ഥയിലേക്ക് പോകും എന്നുള്ളതിൻ്റെ ഒരു സൂചനയും തന്നില്ല. പക്ഷെ എന്തായാലും ആളുകളുടെ ഒഴുക്ക് ഒരുപാട് കൂടി ഉള്ളതായിട്ട് എനിക്ക് തോന്നി. കാരണം സാധാരണ കോൺഗ്രസ് പ്രവർത്തകരെക്കാളും കുറച്ചുകൂടെ കൂടുതൽ ആൾക്കാർ വന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ള സംശയം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ ഒഴുക്ക് അടൂരേക്ക് പ്രവഹിക്കുന്നുണ്ടായിരുന്നു. അപ്പം അന്ന് റോഡ് പല സ്ഥലത്തും ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് ട്രാഫിക്, അവധി ദിവസമായിരുന്നു, ഞായറാഴ്ചയോ മറ്റോ ആയിരുന്നു സംഭവം. പക്ഷെ എന്നാലും പലർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രതീതിയിലേക്ക് എത്തിയിരുന്നു. ചില സ്ഥലങ്ങളിൽ വെച്ചിട്ട് ഒരു ചെറിയ വഴക്കും ബഹളവും, അങ്ങോട്ട് പോലീസിനായിട്ട് പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുക, പോലീസിന് നേരെ തട്ടിക്കയറുക, ബാരിക്കേഡുകൾ എടുത്ത് മാറ്റാൻ നോക്കുക, ട്രാഫിക്കിൻ്റെ ചില നിബന്ധനകൾ ഞങ്ങൾ വെച്ചപ്പോൾ അത് അനുസരിക്കാതിരിക്കുക, മനഃപൂർവ്വം അതിന് കുറുകെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യുക, അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവർ മനഃപൂർവ്വം ഉണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നോ അല്ലായിരുന്നോ എന്ന് അറിയില്ല. പക്ഷെ എന്തായാലും ഉണ്ടായി. രാവിലെ തൊട്ട് അവിടെയും ഇവിടെയുമായിട്ട് ചെറിയ ചെറിയ പൊട്ടിത്തെറിക്കലുണ്ടായി. ഞങ്ങളതൊക്കെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് വരികയാണ്. പ്രസംഗങ്ങളൊക്കെ തുടങ്ങി. ഇപ്പോൾ രാവിലെ തൊട്ട് ഞാൻ അവിടെ ഉണ്ട്, പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്നുണ്ട്, പ്രസംഗം എല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്. പ്രസംഗങ്ങളൊക്കെ തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ അത് കുറച്ച് ആൾക്കാർ കൂടി ബഹളങ്ങൾ തുടങ്ങി. അതിൻ്റെ ഇടയിൽ കൂടെ കുറെ കഴിഞ്ഞപ്പോഴേക്കും നിരാഹാരം ഇരിക്കാൻ പോകണു എന്നുള്ള മട്ടിലേക്ക് കാര്യങ്ങൾ പോയി. അവര് കൂടുതലും പറഞ്ഞിരുന്നത് ഇവിടെ സമ്മേളനം നടക്കാനായിട്ട് പോലീസ് സമ്മതിക്കുന്നില്ല, രാവിലെ തൊട്ട് ഞങ്ങളുടെ പ്രവർത്തകരെ തടയുന്നു, ഞങ്ങളുടെ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരാൻ സമ്മതിക്കുന്നില്ല, സർക്കാരിൻ്റെ ഒരു നിഷേധാത്മകമായിട്ടുള്ള പെരുമാറ്റമാണിത്, പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമില്ലേ, സമരം ചെയ്യാൻ അവകാശമില്ലേ, പോലീസിനെതിരെ ഒരുപാട് കുറ്റം പറഞ്ഞൊക്കെ സംസാരിച്ച് തുടങ്ങി. അതിനെതിരെ ആളുകളുടെ കൂക്കുവിളി, പോലീസിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു, ചില സ്ഥലത്തുനിന്ന് കല്ലേറുകൾ വന്നു. അപ്പോൾ അങ്ങനെ സംസാരത്തിൻ്റെ ഇടയിലൂടെ തന്നെ ഇങ്ങനെ വേറെ പ്രശ്നങ്ങളുണ്ടായി. വേറൊരു വശത്തൂടെ ഞാനൊരു സ്ഥലത്ത് പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് സമ്മേളന സ്ഥലത്ത് നിന്ന് ഞാൻ അങ്ങോട്ടേക്ക് പോയപ്പോൾ എൻ്റെ കാറിന് നേരെ കല്ലേറും ഉണ്ടായി. അപ്പോൾ അതും ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് മാറുകയായിരുന്നു. മനഃപൂർവ്വം ഒരു വഷളായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലേക്ക് പോകുന്നത് പോലെയും തോന്നി. പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്ന് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറിയിച്ചുകൊണ്ടിരുന്നു. DGPയുടെ ഓഫീസിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും അറിയിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കിട്ടിയ നിർദ്ദേശം എന്ന് പറയുന്നത് ഇത് തുടരാൻ അനുവദിക്കരുത്,
അവധിയാണെങ്കിലും ജനങ്ങൾ അവിടെ ഇല്ല എന്നുണ്ടെങ്കിലും സമാധാന അന്തരീക്ഷത്തിന് കോട്ടം വരുത്തിക്കൊണ്ടിരിക്കുന്ന മനഃപൂർവ്വമായിട്ടുള്ള ഒരു നടപടിയായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് പിരിച്ചുവിടൂ. നേതാക്കന്മാരുടെ പ്രസംഗം ഇങ്ങനെ നിർത്താതെ നിർബാധം തുടർന്ന് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് മതി, നിർത്തി പൊക്കോളാൻ പറഞ്ഞ് നിങ്ങളത് പിരിച്ചുവിടും, വൈകുന്നേരം ആവാറായല്ലോ. അപ്പോൾ ഇത് എത്ര നേരം വരെ പോകും? ഇനിയിപ്പോൾ നിരാഹാരം ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എത്ര സമയത്തേക്കാവും? പിന്നെ വീണ്ടും അത് പ്രശ്നങ്ങളായിക്കൊണ്ടിരിക്കുകയില്ല. അതുകൊണ്ട് പിരിച്ചുവിടാൻ ശ്രമിക്കൂ, നേതാക്കളോട് സംസാരിച്ചിട്ടെന്നുള്ള നിർദ്ദേശമാണ് എനിക്ക് കിട്ടിയത്. ഞാനത് അവരോട് സംസാരിക്കാനായിട്ടൊരു ശ്രമം നടത്തിയിട്ട് അതിനൊന്നും അവർ കൂട്ടാക്കുന്നില്ലായിരുന്നു. അവസാനം മനോജ് എബ്രഹാം പറഞ്ഞു, മാഡം നമ്മളിങ്ങനെ വിട്ടുവീഴ്ച മനോഭാവം കാണിച്ചുകൊണ്ടിരുന്ന അവിടെ ഇവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. അവരിപ്പോൾ തന്നെ പോലീസ് ജീപ്പിന് കല്ലെറിഞ്ഞു, മാഡത്തിൻ്റെ ജീപ്പിന് കല്ലെറിഞ്ഞു, കെട്ടിടങ്ങളിൽ ചില ഗവൺമെൻറ് ബസ്സുകൾക്ക് അവർ കല്ലെറിയുന്നുണ്ട്, കെട്ടിടങ്ങൾക്ക് അവർ മുമ്പിൽ കുത്തിയിരിക്കുന്നുണ്ട്. ആളുകൾ വളരെ വയലൻ്റ് ആണ്. ഒരുപാട് മദ്യപിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ബലം ഉപയോഗിച്ച് തന്നെ പിരിച്ചുവിടാം, അവർ പോകാൻ കൂട്ടാക്കിയില്ലെങ്കിൽ നമുക്ക് ബലം ഉപയോഗിക്കാം എന്ന് മനോജ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും ഞാനതിന് സമ്മതിക്കാതെ സാരമില്ല, നമുക്കൊരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ നമ്മളായിട്ട് ഉണ്ടാക്കേണ്ട, അവരോട് പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞങ്ങനെ പലരെയും വിളിച്ച് സംസാരിക്കാൻ ഞാനിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ എങ്ങനെയോ ഗാന്ധി പാർക്കിൻ്റെ അകത്ത് പോയി സംസാരിക്കാൻ പോയ പോലീസുകാരെ ചുറ്റുമായിട്ടും ഇങ്ങനെ വളഞ്ഞു നിന്നുകൊണ്ട് അവർക്ക് പുറത്തോട്ടിറങ്ങാൻ പറ്റാത്ത ഒരു അന്തരീക്ഷം ഉണ്ടായപ്പോൾ മനോജ് എബ്രഹാം നേരിട്ട് പോയി ലാത്തി ചാർജ് ചെയ്തു. ലാത്തി ചാർജ് ചെയ്ത് വാർണിംഗ് ഒക്കെ നമ്മൾ കൊടുത്തു. പക്ഷേ എന്നിട്ടും ഫലം ഉണ്ടായില്ല. നല്ലപോലെ അടിച്ച് അവിടെ നിന്ന് എല്ലാവരെയും ഓടിച്ച് പറഞ്ഞു വിട്ട് ഒരു 1.5 മണിക്കൂറോളം നീണ്ടു നിന്ന ഒരു പോലീസ് ആക്ഷൻ ആയിരുന്നു അന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അത്രയും നേരം കുറച്ച് സമയം ഞാൻ സ്ഥലത്ത് പോയി, അതിനുശേഷം പിന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി ഇരിക്കുകയാണുണ്ടായത്. കുറച്ച് പേരെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരാതിരിക്കാൻ കാരണം നേതാക്കന്മാരാണ്, അവരെ അടിച്ചോടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരെ അറസ്റ്റ് ചെയ്ത് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. 10-20-30ഓളം പേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോൾ അതിൽ ഇവർക്ക് ലാത്തി കൊണ്ട് അടിയേറ്റു. 2 MLA-മാർക്കും ലാത്തി ചാർജിൽ പരിക്കേറ്റു എന്ന് പറഞ്ഞ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇവിടെ ഒരു നീര് പോലെ ഉണ്ടായിരുന്നു. അടൂർ പ്രകാശ് അദ്ദേഹത്തിൻ്റെ ഇവിടെയൊക്കെ ചുവന്ന പാടുകളൊക്കെ അദ്ദേഹം ഉയർത്തി കാണിക്കുന്നുണ്ടായിരുന്നു. വലിയ മുറിവും പൊട്ടലും ഒന്നും ഇല്ലെങ്കിൽ പോലും ഇങ്ങനെ ഒരു നീരും അതുപോലെ ഇതും വേദന എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ഭയങ്കര കുറച്ചും കൂടെ വഷളായി. പോലീസ് MLA-മാരെ ലാത്തി ചാർജ് ചെയ്തു എന്നുള്ള സംഭവം കുറച്ചും കൂടെ വഷളായി. അപ്പോൾ അത് പ്രവർത്തകർ കുറച്ചും കൂടെ പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെ അത് സന്ധ്യ കഴിഞ്ഞു ഇങ്ങനെ നീണ്ടു പോയി. ശരി, അറസ്റ്റ് രേഖപ്പെടുത്തി ഇനി നിങ്ങൾ സമാധാനമായിട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ ഇവർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോകുന്നുമില്ല. അവർ പറഞ്ഞില്ല, ഞങ്ങൾ പോകുന്നില്ല, നിങ്ങൾ കേസ് എടുത്ത് അറസ്റ്റ് ചെയ്ത് ഞങ്ങളെ കോടതിയിൽ റിമാൻഡ് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് വേണമെങ്കിൽ ജാമ്യത്തിൽ പൊക്കോളാം, ഞങ്ങൾക്കിപ്പോൾ തൽക്കാലം പോകാൻ മനസ്സില്ല എന്ന് പറഞ്ഞ് അവർ പോലീസ് സ്റ്റേഷനിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത് അവിടെ നിന്നും പ്രശ്നമുണ്ടായി. കാരണം സാധാരണ നമ്മൾ ഇതുപോലെയുള്ള ക്രമസമാധാന പ്രശ്നത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുക എന്ന് പറയുന്നത് ഒരു സാധാരണ പ്രൊസീജിയറാണ്. കേസൊന്നും എടുക്കാറില്ല. നമ്മൾ തൽക്കാലത്തേക്ക് അവരെ കസ്റ്റഡിയിലെടുക്കും, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരും, അതിനെപ്പറ്റി റെക്കോർഡ് GD മറ്റ് ബാക്കി കലസാധനങ്ങളിലും രജിസ്റ്ററുകളിലും ഒക്കെ രേഖപ്പെടുത്തും, പിന്നെ സമാധാനമായിട്ട് പൊക്കോളാൻ അനുവദിക്കും. അതാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു അവസരത്തിൽ അവരെങ്ങനെ സമാധാനമായിട്ട് പോകാൻ തയ്യാറാകാതെ അവിടെ ഇരിക്കുകയും നേതാക്കന്മാരെ വിളിച്ച് സംസാരിക്കുകയും ഡൽഹിയിൽ വരെ വിളിച്ച് സംസാരിക്കുകയും പരാതി പറയുക, അതിനൊക്കെ ഞാൻ ദൃക്സാക്ഷിയായിരുന്നു. ഞാൻ അവരുമായിട്ട് സംസാരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ശ്രമിക്കുന്നുണ്ട്, പറ്റിയില്ല. അവസാനം FIR ഇട്ട് തന്നെ കേസെടുത്ത് ക്രമസമാധാനം തകർത്തു എന്നുള്ള കേസെടുത്ത് PDPP ആക്ട് എന്നൊരു ആക്ട് ഉണ്ട്, പ്രിവെൻഷൻ ഓഫ് ഡിസ്ട്രക്ഷൻ ടു പബ്ലിക് പ്രോപ്പർട്ടീസ് ആക്ട്. അത് പ്രകാരം ഇവർക്കെതിരെ FIR ഇട്ട് കേസെടുത്ത് ഇവരെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു. കോടതിയിൽ നിന്ന് പിന്നെ രാത്രിയിൽ ഒരുപാട് വൈകി അവർക്ക് ജാമ്യം കൊടുത്തു. ജഡ്ജിയുടെ ചേംബറിൽ കൊണ്ടുപോയി അവിടെ നിന്ന് ജാമ്യം കൊടുത്ത് വിടുകയാണ് ചെയ്തത്. പക്ഷേ ഈ ഒരു സംഭവവും ഭയങ്കരമായിട്ടങ്ങ് പ്രശ്നമായി. കേരളം മൊത്തം നടന്ന ഒരു പ്രതിഷേധ പരിപാടികൾ മറ്റ് ജില്ലകളിലൊന്നും ഇതുപോലെ MLA-മാർക്ക് അടികൊള്ളുകയോ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഇങ്ങനെ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞുള്ള ഒരു വിവാദം ഉണ്ടാവുകയോ ഒന്നും ചെയ്തില്ല. പത്തനംതിട്ട ജില്ലയിൽ എൻ്റെ നിർഭാഗ്യത്തിന് അവിടെ വെച്ച് തന്നെയാണ് ഈ 2 MLA-മാരെയും പോലീസ് അടിച്ചു എന്നും അവർക്ക് പരിക്കുകൾ ഉണ്ടായെന്നും. അവർ വളരെ സീനിയർ MLA-മാരാണ്. അപ്പോൾ അവർക്ക് അടി കൊണ്ടുപോകുക എന്ന് പറയുന്ന ഒരു വലിയ വിവാദമായ സംഭവമാണല്ലോ. പിന്നെ അത് മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും പിന്നെ വലിയ വാർത്തയാവുകയും അസംബ്ലിയിൽ ചർച്ചയാവുകയും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പറയുകയും ഓഫീസേഴ്സിനെ സസ്പെൻഡ് ചെയ്യണം, മനോജ് അബ്രഹാമിനെതിരെയൊക്കെ ഒരുപാട് പ്രതിഷേധം ഒക്കെ ഉണ്ടായിരുന്ന സമയമാണ്. പക്ഷെ അതങ്ങ് കടന്നങ്ങ് പോയി. പിന്നെ അത് കഴിഞ്ഞ് പവർ കട്ട് പിൻവലിച്ചില്ല. പരീക്ഷ സുഖമായിട്ട് കുട്ടികളൊക്കെ എഴുതി. പിന്നീട് ജൂണിലോ ജൂലൈയിലോ ഒക്കെ മഴ പെയ്ത് ഡാമുകളൊക്കെ നിറയുന്നത് വരെ പവർ കട്ട് ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഈ പ്രശ്നം അതിൻ്റെതായിട്ട് വേണമെന്നുള്ളൊരു ബഹളവും നോക്കിയില്ല. കോൺഗ്രസ്സുകാർ ഭരിച്ചപ്പോഴും ഇതുപോലെയുള്ള പവർ കട്ടുകളും അതുമൊക്കെ വന്നിട്ടുണ്ട്. അതും പിന്നീട് ഉണ്ടായിട്ടുണ്ട്, അതും പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ഈ വലിയൊരു പ്രതിഷേധം നമ്മുടെ ജില്ലയിലുണ്ടായത് എനിക്കെതിരെയും അത് വലിയതായിട്ട് ഒരു ആഞ്ഞടിച്ചു. ഞാനും ഈ സർക്കാരിൻ്റെ പറയുന്നതനുസരിച്ച് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞൊരു പ്രതിഷേധം വലുതായിട്ടുണ്ടായി. പക്ഷെ രസകരമായ സംഭവം എന്താണെന്ന് വെച്ചാൽ പിന്നീട്
പത്തനംതിട്ട ജില്ലയിൽ നിന്ന് മാറി പോകുന്ന സമയത്ത്, അത് കഴിഞ്ഞിട്ട് മറ്റ് പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന സമയത്തും ഈ 2 MLA-മാരെയും പിന്നീട് ഞാൻ നിരന്തരം കണ്ടിട്ടുണ്ട്. മന്ത്രിയായിട്ട് വരുമ്പോഴും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആയിരുന്നപ്പോൾ ഞാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആയിരുന്നു. അങ്ങനെ പല സ്ഥലത്തും ജോലി ചെയ്തിട്ടുണ്ട്. അടൂർ പ്രകാശ് MLA അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ഒരുപാട് പ്രാവശ്യം ജോലി ചെയ്തിട്ടുണ്ട്, കാണാൻ പോയിട്ടുണ്ട്, മീറ്റിങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. രണ്ടുപേർക്കും എന്നോട് വലിയ സ്നേഹമായിരുന്നു. അതുപോലെ മനോജ് എബ്രഹാമിനോട് അവർക്ക് വലിയ സ്നേഹമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വളരെ കർശനമായിട്ട് പോലീസ് ആക്ഷൻ എടുക്കുന്നവരോട് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അങ്ങനെ ദേഷ്യമൊന്നും തോന്നാറില്ല എന്ന് തന്നെയാണ് എൻ്റെ അനുഭവം. അവർക്കത് മനസ്സിലാകും. അവർ ഈ രാഷ്ട്രീയം ആയിട്ട് ഇതുപോലെ പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും മീറ്റിങ്ങുകളും ഒക്കെ സംഘടിപ്പിക്കുന്നത് പോലീസുകാരോടുള്ള ദേഷ്യം കൊണ്ടും അല്ല, പോലീസുകാർക്കെതിരെ സംസാരിക്കുന്നതും പ്രതികരിക്കുന്നതും അതല്ല. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതുപോലൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ട് സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുക എന്നുള്ളത് തന്നെയാണ്. ജനങ്ങളെ കൂട്ടാനും ആളുകളെ അറിയിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം അതിനെതിരെ പോലീസ് നടപടി എടുക്കുന്നതിനോട് അവർക്ക്, എനിക്ക് തോന്നുന്നു, ഒരു പരിധിവരെ അവർക്ക് ബഹുമാനം തന്നെയാണ്. പലപ്പോഴും ഇതുപോലെ മാഡം എന്നെ വിളിച്ച് അഭിസംബോധന ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ 2 MLA-മാർ. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ, സാറ് മാഡം ഒന്ന് എന്നെ വിളിക്കേണ്ട, പേര് വിളിച്ചാൽ മതി, ഞാൻ വളരെ ജൂനിയർ, പ്രായത്തിലെങ്കിലും തിരുവഞ്ചൂർ സാറിനെയൊക്കെക്കാളും കുറച്ച് ജൂനിയർ ആണല്ലോ, സാർ എന്നെ മാഡം ഒന്ന് വിളിക്കേണ്ടെന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്നേഹം ഉണ്ടായിരുന്നു. അതുപോലെ മനോജ് എബ്രഹാമിനോടും ഇതിൻ്റെ പേരിൽ പിന്നീട് വിദ്വേഷമോ വിരോധമോ അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ആ ഒരു സമയത്ത് മാർച്ച് മാസവും ഏപ്രിലിൻ്റെ തുടക്കവും SSLC പരീക്ഷ തീരുന്നത് വരെ പവർ കട്ട് പിൻവലിച്ച് കഴിയുന്നത് വരെയും ഞങ്ങളുടെ ഭാഗത്തുനിന്ന്, പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വളരെയധികം സ്ട്രെസ്സ്, ഒരു സമ്മർദ്ദം അനുഭവിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ രാഷ്ട്രീയ പ്രവർത്തകർ, അവിടെ ഇവിടെയൊക്കെയുള്ള കുഞ്ഞ് കോൺഗ്രസിൻ്റെ അണികളെല്ലാവരും കൂടെ ഒരുപാട് പിന്നീട് പ്രതിഷേധ മാർച്ചുകൾ, റാലികൾ, ടയർ കത്തിച്ചിട്ടുള്ള രാത്രി യാത്രകളും ഒക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഒരു ലോ ആൻഡ് ഓർഡർ ഫീൽഡിൽ ആ ഒരു 1-1.5-2 മാസത്തോളം ഇതിൻ്റെ പേരിൽ, പിന്നെ അസംബ്ലിയിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ അതിനുള്ള മറുപടി പറയാനായിട്ട് പോകണം, അതിൻ്റെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് റിപ്പോർട്ടുകൾ ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, ഒരു സമ്മർദ്ദങ്ങളിൽ കൂടെ കടന്നു പോകേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. പക്ഷെ അവസാനം ഇതെല്ലാം നോക്കുമ്പോൾ, പരിശോധിച്ച് നോക്കുമ്പോൾ, ഇതൊക്കെ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ, ഇപ്പോഴത്തെ സമയത്ത് നിന്നുകൊണ്ട് പഴയ സംഭവങ്ങളൊക്കെ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഇത്രയധികം സമ്മർദ്ദം തോന്നേണ്ടിയിരുന്ന കാര്യം ഉണ്ടായിരുന്നോ എന്ന് സംശയം തോന്നാറുണ്ടായിരുന്നെങ്കിലും ആ സമയത്ത് അതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നിയിരുന്നു. സസ്നേഹം, ശ്രീലേഖ.